ജാവയിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമൻസിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഈ വീഡിയോയിലുള്ളത്. സോഴ്സ് കോഡിന് കൂടുതൽ ക്ലാരിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമൻസ് യൂസ് ചെയ്യുന്നത്. ഒരു പ്രോഗ്രാമിലെ മെത്തേഡ്സിനെ കുറിച്ചും ആ മെത്തേഡ്സിലേക്ക് പാസ് ചെയ്യുന്ന വേരിയബിൾസിനെ കുറിച്ചും ആ വേരിയബിൾ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ ആ വേരിയബിളിലേക്ക് പാസ് ചെയ്യേണ്ട വാല്യൂ ഏത് ടൈപ്പായിരിക്കണം, അങ്ങനെ ഒരു പ്രോഗ്രാമിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കമൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഒരു പ്രോഗ്രാമിൻ്റെ സോഴ്സ് കോഡ് മറ്റൊരാൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കമൻസ് വായിക്കുന്നതിലൂടെ അയാൾക്ക് ആ പ്രോഗ്രാമിലെ ഓരോ പാർട്സിനെ പറ്റിയും വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാകുന്നതാണ്. ഒരു പ്രോഗ്രാമിൻ്റെ സോഴ്സ് കോഡ് ഇങ്ങനെ കൂടുതൽ റീഡബിൾ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് കമൻസ് ജാവയിൽ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ കമൻസ് കൊടുക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള സിൻടാക്സ് യൂസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ കൊടുക്കുന്ന കമൻസ് കമ്പൈലറും ഇൻ്റർപ്രറ്ററും ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. ഇനി ജാവയിൽ 3 ടൈപ്സ് ഓഫ് കമൻസ് ആണുള്ളത്: സിംഗിൾ ലൈൻ കമൻറ്റ്, മൾട്ടി ലൈൻ കമൻറ്റ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ കമൻറ്റ്. സിംഗിൾ ലൈൻ കമൻറ്റ് ഒരു സിംഗിൾ ലൈനിൽ കമൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് // യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ സിംഗിൾ ലൈൻ കമൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൾട്ടി ലൈൻ കമൻറ്റ് മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് നോട്ട്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് കമൻറ്റ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൾട്ടി ലൈൻ കമൻറ്റ് യൂസ് ചെയ്യുന്നത്. ഒരു മൾട്ടി ലൈൻ കമൻറ്റ് എഴുതണമെങ്കിൽ /* സ്റ്റാർട്ട് ചെയ്യുക, എൻഡ് ചെയ്യേണ്ടത് */ ഇട്ട് എൻഡ് ചെയ്യുക. അടുത്തത് ഡോക്യുമെൻറ്റേഷൻ കമൻറ്റ്. ഡോക്യുമെൻറ്റേഷൻ കമൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് /# യൂസ് ചെയ്തിട്ടാണ്, എൻഡ് ചെയ്യുന്നത് */ യൂസ് ചെയ്തിട്ടാണ്. ഇനി ഇങ്ങനെ ഒരു ഡോക്യുമെൻറ്റേഷൻ കമൻറ്റ് ഒരു ജാവ സോഴ്സ് ഫയലിൽ കാണുമ്പോൾ ജാവ ഡെവലപ്മെൻറ്റ് കിറ്റിനോടൊപ്പം നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒരു ടൂളുണ്ട്, ജാവ ഡോക് ടൂള്. ഈ ജാവ ഡോക് ടൂള് ഒരു HTML ഡോക്യുമെൻ്റ് ജനറേറ്റ് ചെയ്യും. അതായത് ഒരു ഡോക്യുമെൻറ്റേഷൻ കമൻറ്റ് ഒരു ഫയലിൽ കാണുമ്പോൾ ജാവ ഡോക് ടൂള് ഒരു ഡോക്യുമെൻറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു HTML ഡോക്യുമെൻ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഡോക്യുമെൻറ്റേഷൻ കമൻറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ താഴത്തെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. ഒരു പ്രോഗ്രാമിൽ എങ്ങനെയാണ് കമൻറ്റ്സ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഒരു സിമ്പിൾ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഒരു മെയിൻ ക്ലാസ് ഉണ്ട്, സാമ്പിൾ. അതിനുള്ളിൽ മെയിൻ മെത്തേഡ് എഴുതിയിരിക്കുന്നു. ആൻഡ് മെയിൻ മെത്തേഡിനുള്ളിൽ ഹലോ വേൾഡ് എന്ന് ജസ്റ്റ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഒരു മൾട്ടി ലൈൻ കമൻറ്റ് യൂസ് ചെയ്ത് ഈ ക്ലാസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. മൾട്ടി ലൈൻ കമൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് /* യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഇനി എന്താണോ മെസ്സേജ് കൊടുക്കേണ്ടത് ആ മെസ്സേജ് കൊടുക്കുക. ദിസ് ഈസ് എ സിമ്പിൾ പ്രോഗ്രാം എന്ന് മെസ്സേജ് കൊടുത്തു. നെക്സ്റ്റ് ലൈനിൽ അടുത്ത മെസ്സേജ് കൊടുക്കുക. ഇറ്റ് പ്രിൻറ്റ്സ് എ മെസ്സേജ് എന്ന് അടുത്ത ലൈൻ കൊടുത്തു. ഇനി എത്ര ലൈൻ ഉണ്ടോ നമ്മൾ ഈ എക്ലിപ്സ് IDE ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ പ്രാവശ്യം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴും ഓരോ സ്റ്റാർ വീതം, ഓരോ ലൈനിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റാർ വീതം പ്രിൻ്റ് ആവുന്നുണ്ട്. ഇവിടെ എത്ര ലൈൻസ് ഓഫ് കമൻറ്റ് വേണേലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നോക്കിയാൽ കാണാം ഈ മൾട്ടി ലൈൻ കമൻറ്റ് എൻഡ് ചെയ്യുന്നത് */ യൂസ് ചെയ്തിട്ടാണ്. ഇനി ഒരു സിംഗിൾ ലൈൻ കമൻറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണാം. ഇവിടെ system.out.println യൂസ് ചെയ്ത് നമ്മൾ ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു സിംഗിൾ ലൈൻ കമൻറ്റ് കൊടുക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു സിംഗിൾ ലൈൻ കമൻറ്റ് എങ്ങനെ കൊടുക്കാം. // യൂസ് ചെയ്തിട്ടാണ് സിംഗിൾ ലൈൻ കമൻറ്റ്. മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, ദിസ് പ്രിൻറ്റ്സ് എ മെസ്സേജ്. മൾട്ടി ലൈൻ കമൻറ്റും ഒരു സിംഗിൾ ലൈൻ കമൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം.
കമ്പൈലർ ടോട്ടലി ഈ കമൻസിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുകയാണ്, ഹലോ വേൾഡ് എന്ന് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നു.